ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ജസ്റ്റ് നമ്മുടെ ഫാമിൻ്റെ എല്ലാ പെറ്റ്സിൻ്റെ ഒരു വീഡിയോ ചെയ്തേക്കാമെന്ന് വിചാരിച്ച്. ഇതാണ് നമ്മുടെ ഫാമിൻ്റെ എൻട്രിയിലോട്ട് വരുന്നത്. ഈ എൻട്രി ഹാമസ്റ്റേഴ്സിലോട്ടാണ് പോകുന്നത്. പിന്നെ ഇത് വരുന്നത് നമ്മുടെ ഡോഗ്സിൻ്റെ കനൽസിൻ്റെ അടുത്തിട്ടും പിന്നെ പൂളിൻ്റെ അടുത്തിട്ടുമാണ്. പൂളിൻ്റെ അടുത്ത് തന്നെ നമ്മളിപ്പോൾ ഒരു ചെറിയ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ആൽഗെ പിടിച്ചിട്ട് വേണം ഇനി ഗപ്പീസിനെ ആഡ് ചെയ്യാൻ. നമ്മുടെ ഗാറും നീലവാഹയും കിടക്കുന്നത് ഈ പൂളിലാണ്. ഗാറ് ഇപ്പോൾ ഏകദേശം 2 അടി വന്നിട്ടുണ്ട്. നീലവാഹ 1 അടിയുടെ വാഹ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വെള്ളം കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് സെയിലുള്ളതുകൊണ്ട് പിടിക്കാൻ വേണ്ടി ഏകദേശം ഒരു 1 അടി പൊക്കം 1.25 അടി പൊക്കത്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം ചെറിയ ഇതിലായതുകൊണ്ട് തന്നെ നമ്മൾ ഓടിക്കിടക്കുന്നതാണ്. നേരെ നമ്മൾ കെനലിലോട്ടാണ് പോകുന്നത്. കെനലിൽ നമ്മളിപ്പോൾ ക്യാറ്റിനെയും ഡോഗ്സിനെയും ഒരേ സ്ഥലത്ത് തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ക്യാറ്റ് നമുക്കിപ്പോൾ ബംഗാൾ ഒരു പേരുണ്ട്, പേർഷ്യൻ ക്യാറ്റ് ഒരു പേരുണ്ട്. നമുക്ക് പിന്നെ ബോർഡിങ്സിൻ്റെ കുറച്ച് ഡോഗുണ്ട്. നമ്മുടെ ഡോഗ് അല്ലാണ്ട് തന്നെ ബോർഡിങ് ഡോഗുണ്ട്. ഇത് ബംഗാൾ ക്യാറ്റിൻ്റെ സെമി അഡൽട്ട് പെയറാണ്, മാർബിൾ പാറ്റേൺ. അതേപോലെ തന്നെ പേർഷ്യൻ ക്യാറ്റിൻ്റെ ഒരു 1 ഇയർ ആയിട്ടുള്ള ഒരു പെയർ നമ്മളിപ്പോൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രീഡിങ്ങിന് വേണ്ടിയാണ് നമ്മൾ രണ്ടും കീപ്പ് ചെയ്തിരിക്കുന്നത്. സ്ലൈറ്റഡ് ഫോർമാറ്റിൽ തന്നെയാണ് അവരെ വെച്ചിരിക്കുന്നത്. അപ്പം ഇവരിപ്പോൾ ഡോഗ്സ് ആയിട്ട് യൂസ്ഡ് ആണ്. ഡോഗ്സ് നമുക്ക് ടോയ് പോം ഒരു പെയറുണ്ട്. ഈ വരുന്നത് ജർമ്മൻ ഷെപ്പേർഡ് ലാബ്. അപ്പോൾ ഇതിൽ 4 ഡോഗ്സാണ് നമ്മുടെ, ബാക്കി ബോർഡിംഗ് ആണ്. ഈ ഒരു ലാബ് ഫീമെയിൽ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. മേ ബി ഈ മാസം അവസാനത്തോടെ നമുക്ക് ഡെലിവറി പ്രതീക്ഷിക്കാം. പിന്നെ നമുക്ക് റിമൈനിങ് ആയിട്ടുള്ള ഒരു ഗിനിക്കോഴിയുണ്ട്, ഫീമെയിൽ ഗിനിക്കോഴി ഫീമെയിലുണ്ട്. അതിന് നമ്മളിപ്പം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയ കൂടായതുകൊണ്ട് ആളിച്ചിട്ട് പേടിയിലാണ്. നമുക്ക് അതൊക്കെ ഹാമസ്റ്റേഴ്സിൻ്റെ കേജിൻ്റെ അങ്ങോട്ട് പോവാം. നമ്മളത് സെപ്പറേറ്റാണ് വെച്ചിരിക്കുന്നത്. ഹാമസ്റ്റേഴ്സിൻ്റെ കേജിൽ ആദ്യം തന്നെ റാറ്റ്സ് ആണ്. വൈറ്റ് റാറ്റും ഉണ്ട്, ഹൂഡർ റാറ്റും ഉണ്ട്. ഇതിപ്പോൾ അഡൾട്ട് ബ്രീഡിംഗ് പെയർസാണ്. അപ്പോൾ ഇതിൽ ബ്രീഡിംഗ് ആവുന്ന ഫീമെയിൽസിനെ നമ്മൾ മാറ്റുകയാണ്. അതേപോലെ തന്നെ ഫിഞ്ചസ് നമുക്ക് ലോട്ട് അവൈലബിൾ ആണ്. ഇപ്പം വൈറ്റ് റാറ്റ് കുഞ്ഞുങ്ങളാവുന്ന പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഫീമെയിൽസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങനെ കുഞ്ഞുങ്ങളെടുക്കുകയാണ്. അപ്പോൾ ഇതിപ്പോൾ ബ്രീഡായി കിടക്കുന്നുണ്ട്. പിങ്കീസിനെ നമുക്ക് കാണാം. ജസ്റ്റ് അകത്തുള്ള വീഡിയോയും കൂടി കാണിച്ചു തരാം. ഇങ്ങനെ ഇടാൻ നേരത്ത് നമുക്ക് വേറെ കുഞ്ഞുങ്ങളെ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 6-7 കുഞ്ഞുങ്ങൾ അടുത്തുണ്ട്. ഒരു മാസം നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്യും. അതിൻ്റെ ഫീഡിങ് ആകുമ്പോഴാണ് ഇവരെ മാറ്റാറുള്ളത്. അതേപോലെ തന്നെ മൈസിൻ്റെ ഒരു 10-20 പീസ് കിടപ്പുണ്ട്. മൈസ് കൊടുക്കാനായിട്ടുള്ള നമ്മൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് നമുക്ക് കുഞ്ഞിറങ്ങിയ റാറ്റിൻ്റെ കുട്ടികളുമുണ്ട്. അവരിപ്പം 1 month ആയി. നമുക്ക് ഇനി പതുക്കെ ഇവരെ ഓപ്പണാക്കി വിടാം. ഇതിപ്പോൾ സെയിലിന് ഓപ്പൺ ആയിട്ടുള്ളതാണ് കുഞ്ഞുങ്ങൾ. ഒരു 6 കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഉള്ളത് റാബിറ്റ്സ് ആണ്. റാബിറ്റ്സ് ന്യൂസിലാൻഡ് വൈറ്റും ഗ്രേ ജെയിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ ഏകദേശം ഒരു 400 ഗ്രാം 300 ഗ്രാം വെയിറ്റ് വരുന്നുള്ള കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. വൈറ്റും ഉണ്ട്, ഗ്രേയും ഉണ്ട്. ഇത് ഗിനിപ്പിങ്ങിൻ്റെ ബ്രീഡിംഗ് പെയറാണ്. അപ്പോൾ ഇവരെ നമ്മൾ ഒരുമിച്ചാണ് 2 കേജിലാണ്, ഒറ്റ സെറ്റിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പം മാറ്റ് ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് നീറ്റായിട്ട് കിടക്കുന്നുണ്ട്. പ്രോപ്പറായിട്ട് ക്ലീനിങ് എല്ലാം നമുക്ക് പ്രോപ്പറായിട്ടുണ്ട്. കൂടിൻ്റെ അടിയിൽ തന്നെയാണ് നമ്മൾ കരിങ്കോഴിയുടെ കുഞ്ഞുങ്ങളെ നിർത്തിയിരിക്കുന്നത്. ഏകദേശം ഒരു 20ഓളം കുഞ്ഞുങ്ങൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. 1 മാസം പ്രായമായിട്ടുള്ള കരിങ്കോഴി കുഞ്ഞുങ്ങളാണ് ഇവർ. ഇവരിപ്പോൾ പതുക്കെ ഇനി തുറന്നു വിടാൻ ഒരു പരിഭവമായി. നേരത്തെ നമ്മൾ ലൈറ്റൊക്കെ ഇട്ട് കുഞ്ഞിലെ ഡേ ഓൾഡർ എടുത്തിരിക്കുന്നതാണ്. അതേപോലെ തന്നെ കരിങ്കോഴിയുടെയും ഒരു അഡൾട്ട് പെയറും ഉണ്ട്. അത് എഗ്ഗിങ് ആണ്. ഹാമസ്റ്റേഴ്സിൻ്റെയാണ്. ഹാമസ്റ്റേഴ്സിൻ്റെ സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അക്വേറിയത്തിലുള്ള ഇതാണ്. ഇതെല്ലാം ഓരോ ബാച്ചായിട്ടാണ് നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്നത്. ബൾക്കായിട്ടുള്ള സെയിൽസ് അങ്ങനെ ബാച്ചായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ബ്രീഡിങ്ങിന് നമ്മൾ മൈസിനെയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മെയിൽ 3 ഫീമെയിൽ അല്ല 2 ഫീമെയിൽ അങ്ങനെയുള്ള മൈസിനെയാണ് നമ്മൾ കീപ്പ് ചെയ്യണേ. ഒരു പ്രഗ്നൻ്റ് ആകുമ്പോൾ നമ്മൾ ഇൻഡിവിജ്വൽ കേജിലിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം മൈസിൻ്റെയും സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഇതാണ്. ഇതെല്ലാം ഫീമെയിൽ ഹാമസ്റ്റേഴ്സാണ് സെപ്പറേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ഇതൊരു ഡാർക്ക് ഹാമസ്റ്ററാണ്. ആളും ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ജെർബിൾസിൻ്റെ സ്റ്റോക്കാണ്. നമ്മളത് പെയർ തിരിച്ച് ജെർബിൾസിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെറിയൊരു കേവ് പോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രീഡിംഗ് ഒക്കെ ആണെങ്കിലും അവരതിനകത്ത് പോയി ഹൈഡ് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് ജെർബിൾസിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ജെർബിൾസിൻ്റെ ഇതിപ്പോൾ അഡൾട്ട് പെയറാണ്. ജെർബിൾസിൻ്റെ കുഞ്ഞുങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതിപ്പം ഒരു ബൾക്ക് കൊടുക്കാനുള്ള ലോട്ടാണ്. ഇത് 2 ലിറ്ററിൽ ഇറങ്ങിയ കുഞ്ഞുങ്ങളാണ്. ബ്ലാക്കും പിന്നെ ഗ്രേ ഷെയ്ഡും വന്നിരിക്കുന്നത്. അത് മൊത്തം 10 പീസുകളും ഇപ്പോൾ നമുക്ക് കൊടുക്കാനായിട്ട് സെയിലിന് അവൈലബിൾ ആണ്. നമ്മൾ ഷോപ്പുകളിലായിട്ടാണ് മേജറായിട്ട് ഉദ്ദേശിക്കുന്നത്. ബൾക്കായിട്ടുള്ള സെയിൽസാണ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പുതിയതായിട്ട് ഫ്ലൈങ് ഡക്കിന് എടുത്തിട്ടുണ്ട്. അവരിപ്പം ഇച്ചിരി ചെളിയിൽ നിൽക്കുകയാണ്. ഹെഡ് ജോഗിൻ്റെ ഒരു ഫീമെയിലാണ്, അഡൾട്ട് ഫീമെയിൽ. ടൈംഡ് ആയിട്ടുള്ള അഡൾട്ട് ഫീമെയിലാണ്. ബ്രീഡിങ് നടക്കുന്ന അഡൾട്ട് ഫീമെയിലാണ്. അത് ക്രിമിനോ കളറിലാണ് വരുന്നത്. സോൾട്ട് ആൻഡ് പെപ്പർ അല്ല, ക്രിമിനോ കളറിലാണ്. പിന്നെ ഇപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ എടുത്ത് യൂസ്ഡായി ആൾ കയ്യിൽ നിന്നൊക്കെ പൊക്കോളും. ഹെഡ് ജോയിൻ്റെ കുഞ്ഞുങ്ങളാണ് ഇനിയുള്ളത്. നമുക്ക് ഏകദേശം
നമ്മൾ ഒരുമിച്ചായിട്ടിരിക്കണേ. നമുക്കൊരു 12 പേരുണ്ടായിരുന്നു, അതിലിപ്പോൾ 6